ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നല്ലേ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാ യൂട്യൂബ് ചാനലത്തോലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മാത്രമേ ക്രാഫ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ബാക്കിയുള്ളതാട്ടോ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിത് ചെയ്തതാണ്. എല്ലാവരും നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പൗച്ച് ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം. കാരണം എന്താ അറിയാം, എല്ലാ യൂട്യൂബ് ചാനലുകളിലും ഇട്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ എനിക്കിത് പറയാൻ ബാക്കിയില്ല. ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചാൽ മതി ഗൈസ്. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. സ്കൂൾക്കൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കാനാവുമ്പോൾ ഈ ഒരു പൗച്ചൊക്കെ കൊണ്ടുപോയാൽ എല്ലാ ദിവസവും ഒരു പൗച്ച് കൊണ്ടുപോകണമെന്നില്ലല്ലോ. ഇതുപോലെ ഒരു 5 ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വാങ്ങിയിട്ട് 5 രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുപോകാമല്ലോ. ഞാൻ പിന്നെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസിൻ്റെ അടുത്ത് ഡബിൾ ടാപ്പ് ഇല്ലെന്ന് മനസ്സിലായത്. പിന്നെ ആ ഒരു സാധാരണ പ്ലെയിൻ ടാപ്പ് ഞാൻ എങ്ങനെയൊക്കെയോ ചെറുത്ത് മടക്കി ഉണ്ടാക്കിയതാണ് ഗൈസ് ഞാനത്. പിന്നെ ഗൈസ് ഇതുപോലെ വാഷി ടേപ്സ് ഒട്ടിച്ചൊക്കെ എഡ്ജിലായിട്ട്. അപ്പോൾ ഞാനത് കുറച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബ്ലൂ ആട്ടോ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കാരണം എൻ്റെ അടുത്ത് ബ്ലൂ ആപ്പ് കാണാനുള്ള പ്ലെയിൻ ആയിട്ടുള്ള കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയൊരു സ്റ്റിക്കേഴ്സ് ആട്ടോ, ഞാൻ വരച്ചുണ്ടാക്കിയ സ്റ്റിക്കറാണ് കേട്ടോ. അതിൻ്റെ സ്റ്റിക്കർ ബുക്ക് ഗൈസ് ഞാൻ ഇപ്പോൾ കട്ടുതരാവേ. സ്റ്റിക്കർ ബുക്ക്, ഈ സ്റ്റിക്കർ ബുക്ക് വെറും വേസ്റ്റാണ് ഗൈസ്. അത്രയ്ക്ക് കട്ടൊന്നുമില്ല, വെറുതെ ഒന്നും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഗൈസ് ഇത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്യൂട്ട്നെസ്, നമ്മൾ വീക്ക്നെസ് കണ്ട് ഒട്ടിച്ചെടുക്കാം ഗൈസ്. ഇതാണ് നമ്മൾ ഫൈനലൊക്കെ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.